പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ പശുക്കളെ കൊണ്ടുപോകുന്ന വണ്ടികൾ തടയുന്നത് മുസ്ലിം യുവാക്കളാണ്. സാധാരണ പശുക്കടത്ത് ആരോപിച്ച വടക്കേ ഇന്ത്യയിലൊട്ടാകെ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നതിനിടെയാണ് ബംഗാളിൽ വിപരീത സംഭവങ്ങൾ നടക്കുന്നത്. എന്നുവെച്ച് ബംഗാളിൽ പശുവിനെ കൊണ്ടുപോകുന്നവരെ തല്ലിക്കൊല്ലുന്നു എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. മറിച്ച് പുതിയൊരു പ്രതിഷേധ മാർഗം അവലംബിച്ചിരിക്കുകയാണ് ബംഗാളിലെ മുസ്ലിം ചെറുപ്പക്കാർ. ഗോഗുണ്ടകൾക്ക് ഒരു മറുചെക്ക്. എന്താണ് സംഗതി? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സമൂഹ മാധ്യമ പോസ്റ്റ് അടുത്തിടെ വൻ വൈറലായി. മുസ്ലിം യുവാക്കൾ ഹിന്ദു കന്നുകാലി വിൽപ്പനക്കാരെ തടഞ്ഞു നിർത്തി അവരോട് പശുക്കളുമായി തിരികെ പോകണം എന്നാവശ്യപ്പെടുന്നതായിരുന്നു ആ വീഡിയോ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അമ്മയെ വിൽക്കാൻ ശ്രമിക്കുന്നത്? അതിനെ വീട്ടിൽ കൊണ്ടുപോയി സേവിക്കുക. പശുക്കളെ വിറ്റ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം, പക്ഷെ ഞങ്ങൾ ജയിലിലാകും എന്നാണ് ആ ചെറുപ്പക്കാർ കന്നുകാലികളെ വിൽക്കാൻ വന്നവരോട് ചോദിക്കുന്നത്. അതുമാത്രമല്ല, ബംഗാളിൽ നിരവധി മുസ്ലിം പണ്ഡിതന്മാർ ഈ വലിയ പെരുന്നാളിന് പശുക്കളെ വാങ്ങരുതെന്നും പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ബംഗാളിൽ അധികാരത്തിലേറിയ BJP സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമാണ്. അതിനോടുള്ള ഏറെ രാഷ്ട്രീയമാനങ്ങളുള്ള പ്രതിഷേധമാണ് ബംഗാളിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് 13 അധികാരത്തിലേറിയ BJP സർക്കാർ 1950 പശ്ചിമ ബംഗാൾ മൃഗക്കശാപ്പ് നിയന്ത്രണ നിയമം കർശനമായി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുപ്രകാരം 14 വയസ്സിന് മുകളിൽ പ്രായമുള്ളതോ പണിയെടുക്കാൻ ശേഷിയില്ലെന്ന ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് ഉള്ളതോ ആയ മൃഗങ്ങളെ മാത്രമേ ബംഗാളിൽ കശാപ്പ് ചെയ്യാൻ കഴിയൂ. അതും സർക്കാർ അംഗീകൃത കശാപ്പ് ശാലകളിൽ വെച്ച് മാത്രം. നിയമം ലംഘിച്ചാൽ ലംഘനങ്ങൾക്ക് 6 മാസം തടവോ 1000 രൂപ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഈ വിജ്ഞാപനത്തിന് പിന്നാലെ ഹിന്ദു ദേശീയവാദ ഗ്രൂപ്പുകളും പോലീസും റോഡുകളിൽ കന്നുകാലികളെ കൊണ്ടുപോകുന്നവരെ തടയാനും ഉപദ്രവിക്കാനും ആരംഭിച്ചിരുന്നു. വലിയ രീതിയിൽ കന്നുകാലി കച്ചവടങ്ങൾ നടക്കുന്ന സമയമായ വലിയ പെരുന്നാളിന് തന്നെ ഈ നിയമം കൊണ്ടുവന്നത് മുസ്ലിം വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണ് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ബംഗാളിലെ മുസ്ലിം ചെറുപ്പക്കാർ വളരെ ക്രിയാത്മകമായും രാഷ്ട്രീയമായുമാണ് പ്രതികരിക്കുന്നത്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ പ്രധാനമായും ബീഫ് കടകൾ നടത്തുകയും ബീഫ് കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കന്നുകാലി വളർത്തുന്നവരിലും വിൽപ്പനക്കാരിലും ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. പ്രത്യേകിച്ച് ബംഗാളിലെ പരമ്പരാഗത വിഭാഗമായ ഘോഷ് സമൂഹം. ചരിത്രപരമായി ബംഗാളിൽ ശക്തമായ RSS BJP കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഘോഷുകൾ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ. സംസ്ഥാന നിയമസഭയിൽ BJPക്ക് ഒരു MLA പോലും ഇല്ലാതിരുന്ന കാലത്ത് പോലും ഘോഷുകൾക്കിടയിൽ RSSന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയിരിക്കുന്നതും അവർക്കു തന്നെയാണ്. ഈ ആഴ്ച നടക്കാനിരിക്കുന്ന വലിയ പെരുന്നാളിനും അതുമായി ബന്ധപ്പെട്ട ബലി നൽകൽ ചടങ്ങിനും ആടുകളെയോ എരുമകളെയോ ബലിയർപ്പിക്കാനാണ് നിലവിൽ മുസ്ലിം സംഘടനകൾ ബംഗാളിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പുതിയ വിജ്ഞാപനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ആഹ്വാനം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ തീരുമാനം ബംഗാളിലെ കന്നുകാലി വളർത്തുന്നവർക്ക് ഭീകരമായ സാമ്പത്തിക തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണയായി ഈദിന് മുൻപ് ബംഗാളിലെ കന്നുകാലി ചന്തകൾ നിറഞ്ഞൊഴുകും. എന്നാൽ ഈ വർഷം പല ചന്തകളും കാലിയാണ്. 200 മുതൽ 300 വരെ കന്നുകാലികളൊക്കെ വിറ്റിരുന്ന ഇടങ്ങളിൽ ഇപ്പോൾ കച്ചവടമൊന്നും നടക്കുന്നില്ല. പുതിയ വിജ്ഞാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾ കന്നുകാലികളെ വാങ്ങാൻ ആശങ്കപ്പെടുന്നതാണ് ഇതിന് കാരണം. കന്നുകാലികളെ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തങ്ങൾക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് ക്ഷീര കർഷകർ പറയുന്നത്. സാധാരണഗതിയിൽ പശുക്കൾ പാല് നൽകുന്നത് നിർത്തിയാൽ കർഷകർ അവയെ ഇറച്ചിക്കായി വിൽക്കുന്നത് പതിവാണ്. 7-8 വയസ്സു കഴിഞ്ഞാൽ പശുക്കൾ പാൽ ചുരത്തുന്നത് നിർത്തുമെന്നാണ് കർഷകർ പറയുന്നത്. പുതിയ വിജ്ഞാപനമനുസരിച്ച് അവയെ കശാപ്പിനായി നൽകണമെന്നാണെങ്കിൽ 14 വയസ്സ് കഴിയണം. അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ പാൽ നൽകുന്നത് അവസാനിപ്പിച്ച പശുക്കളെ ഒന്നും ചെയ്യാനാകാതെ വീണ്ടും വർഷങ്ങളോളം വളർത്തേണ്ട നിർബന്ധിത സാഹചര്യത്തിലാണ് ബംഗാളിലെ കർഷകർ. അത്തരത്തിൽ 15 മുതൽ 16 ലക്ഷം രൂപയുടെ അമിത ബാധ്യതയാണ് കർഷകർക്കുണ്ടാകുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പലരും ലോൺ എടുത്താണ് കന്നുകാലികളെ വളർത്തുന്നത്. ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന വലിയ പെരുന്നാൾ സമയങ്ങളിൽ പോലും കന്നുകാലികളെ വിൽക്കാനായില്ലെങ്കിൽ വലിയ കടബാധ്യതയിലേക്കായിരിക്കും ഇവർ കൂപ്പുകുത്തുക. ഒരു ഭാഗത്ത് കന്നുകാലികളെ വിറ്റ് കടബാധ്യതകൾ തീർക്കാൻ ഭൂരിഭാഗവും ഹിന്ദുക്കളായ വിഭാഗങ്ങൾ ശ്രമിക്കുമ്പോൾ BJP കർശനമാക്കിയ നിയമം ചൂണ്ടിക്കാണിച്ച കന്നുകാലികളെ വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് മുസ്ലിങ്ങൾ. അങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രശ്നമായി മാറുകയാണ് ബംഗാളിലെ കാര്യങ്ങൾ.